നമ്മുടെ മുഖത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ തരം പാടുകളും ഡൾനെസ്സും മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണിത്. ഇത് ആക്ച്വലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഡാർക്ക് ആക്കുന്ന പോലെ തോന്നും. പക്ഷേ ഈ ഒരു പാക്ക് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം വിശ്വസിക്കാൻ പറ്റാത്ത അത്രയുമായിരിക്കും. കാര്യം ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡാർക്ക്നെസ്, പിഗ്മെൻറ്റേഷൻ, വെയിലേറ്റ കരിവാളിപ്പുണ്ടല്ലോ മുഖത്തുണ്ടാകുന്നത്, അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം നമുക്കിത് വളരെ സിമ്പിളായിട്ട് യൂസാക്കാം, എല്ലാവർക്കും യൂസാക്കാൻ പറ്റുന്നതാണ്. ഓരോ സ്കിൻ ടൈപ്പുകാരും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഏതൊരു പാക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ, അതായത് വെളുക്കാനോ വേറൊരാളെ പോലെ ആകാനോ അല്ല നമ്മളത് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ വന്നു പോയിട്ടുള്ള അഴുക്ക്, പാടുകൾ, കുരുക്കൾ വന്നു പോയിട്ടുള്ളതിൻ്റെ കറുത്ത പാടുകൾ, ഇതൊക്കെ നീക്കം ചെയ്യാനും വെയിലേറ്റ കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനുമാണ്. അപ്പോൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കോഫി പൗഡറാണ്. കാപ്പിപ്പൊടി എടുക്കുക. കാപ്പിപ്പൊടി നമുക്കിതുപോലെ ചെറിയ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിങ്ങനെ കുറച്ചൊന്ന് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക. ഒരല്പം മതി, ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ, ഒരുപാട് കോൺസെൻട്രേഷനിൽ എടുക്കേണ്ട കാര്യമില്ല. ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. എന്നിട്ട് ഈ ഒരു കാപ്പിപ്പൊടി പെട്ടെന്ന് കട്ട പിടിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ അടുത്ത ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കാറ്റത്ത് പെട്ടെന്ന് കട്ടയായി പോകും. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്, കറ്റാർ വാഴയുടെ നീര്. ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങിയതാണ്, പതഞ്ജലിയുടെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമുക്ക് ഏതൊരു അലോവേര ജെല്ലും യൂസ് ചെയ്യാം. കറ്റാർ വാഴയുടെ നീര് കടയിൽ നിന്ന് ഒരു 50 രൂപ 60 രൂപ റേഞ്ചിന് കിട്ടുന്നതുണ്ട്. അതല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്ന കറ്റാർ വാഴയിൽ നിന്ന് നീരെടുത്തിട്ട് അതും നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഒരു സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തു, ഒപ്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പാല് ചേർത്ത് കൊടുക്കരുത്, കാര്യം ഇത് വെള്ളം പോലെ ആയിപ്പോവും. അലോവേര ജെല്ലും നീരാണല്ലോ, കറ്റാർവാഴയുടെ നീരാണല്ലോ നമ്മൾ എടുക്കുന്നത്. പിന്നെ കോഫിയിൽ അങ്ങനെ കട്ടിയാവാനുള്ള ഒന്നുമില്ല, അതിനലിയാനുള്ള ടെൻഡൻസി മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഈ ഒരു പാക്ക് മിക്സ് ആക്കുക. പാല് നമ്മൾ തന്നെ ചേർത്ത് കൊടുക്കണം, വേറെ റോസ് വാട്ടർ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. വേറെ ഒന്നും കൊണ്ടല്ല, മേ ബി നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്, ഒട്ടും പാല് പറ്റത്തില്ല ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പം അലോവേര ജെല്ല് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു കൂട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് ഒട്ടും കട്ടിയുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ട് നമുക്ക് തോന്നും. ഇത്രയും ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു പാക്ക് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, മുഖത്തിരിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവും. എന്നാലും മിക്സ് ആക്കുക, കോൺഫിഡൻസ് കളയരുത്. മിക്സ് ചെയ്ത് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാപ്പിപ്പൊടി നമ്മുടെ മുഖത്തിന് വൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി നല്ല നിറം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തത് കാരണം മുഖത്ത് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, വെയിലേറ്റ കരിവാളിപ്പ് അതുപോലെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയി ഒട്ടും തന്നെ പ്രസരിപ്പില്ല മുഖത്ത്. അങ്ങനെയാണെങ്കിൽ കാപ്പിപ്പൊടി അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനാണ്. നിങ്ങൾക്ക് കാപ്പിപ്പൊടി വെച്ച് അത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പാല് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ കറ്റാർ വാഴയുടെ നീര് ചേർത്തത് സ്കിന്നിനെ ഹീൽ ചെയ്യാനും സൂത്തൻ ചെയ്യാനും വെയിലേറ്റ കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുഖം നന്നായി കഴുകിയതിന് ശേഷം മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് മുടിയൊക്കെ നന്നായിട്ട് പുറകിൽ കെട്ടി വെച്ചിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു മസാജിങ് ക്രീം പോലെ ആക്ട് ചെയ്യും. ഓൾറെഡി പാല് ചേർത്തിട്ടുണ്ട്, അതിൽ നല്ല കൊഴുപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല എണ്ണമയമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് മസാജ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മളിതിൽ കറ്റാർ വാഴയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് സ്കിന്നിനെ ഇങ്ങനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും എല്ലാത്തിനും സഹായിക്കും. അതുപോലെ നല്ലൊരു മസാജ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യും. ചുണ്ടിന് ചുറ്റുമായിട്ട് പിഗ്മെൻറ്റേഷൻ, വേറൊരു നിറം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാനും ഈ ഒരു ഐറ്റം വളരെയധികം നല്ലതാണ്. സോ ഈ പാക്ക് നമ്മുടെ സ്കിന്നിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വന്ന് കുറച്ചാകുമ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആകും. ആ ഒരു ഡ്രൈ ആകുന്ന
സമയത്ത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. കാര്യം ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മാത്രം, പെട്ടെന്ന് ഡ്രൈ ആവില്ല പാലായതുകൊണ്ട് തന്നെ. എന്നാലും ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ കഴിയുമ്പോൾ ഡ്രൈ ആകുന്നതായിട്ട് തോന്നിയാൽ ഒന്നും കൂടെ ഒന്ന് നമ്മുടെ പാക്ക് കയ്യിലുണ്ടാവുമല്ലോ, അത് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ വീണ്ടും അതിൻ്റെ പുറത്തോട്ട് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ തവണ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2-3 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെറ്റിയിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ താഴോട്ട് വരിക, അപ്പോൾ വീണ്ടും നെറ്റിയിൽ നിന്ന് വീണ്ടും താഴോട്ട് വരിക, അങ്ങനെ 3 സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരു തവണ ജസ്റ്റ് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വിടരുത്. അപ്പോൾ ഒരു പാട പോലെ ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇതുപോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ആക്കാം. ഇനി അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് വളരെ വലിയൊരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് മാറ്റാനായിട്ട് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് കണ്ടു നോക്കുക. സൂപ്പർ വർക്കിംഗ് ആണ്. അതിൽ കുറേ ടിപ്സും ഞാൻ പറയുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ഇതിലോട്ട് തന്നെ തിരിച്ചു വരാം. ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുക. ഇങ്ങനെ ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ ഒരു 3 മിനിറ്റ് ആവും. പിന്നെ ഒരു 7 മിനിറ്റും കൂടെ നമ്മൾ വെച്ചിരുന്നാൽ മതി. ടോട്ടൽ ഒരു 10 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. ഇത് ആദ്യത്തെ ഒരു 1 വീക്ക് എല്ലാ ദിവസവും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം 2 ദിവസം അങ്ങനെയൊക്കെ ആക്കി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ ഒരു 1 വീക്ക് എന്തിനാണ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി പറ്റിപ്പിടിച്ചിട്ടുള്ള കരിവാളിപ്പ്, കറുത്ത പാടുകൾ ഇതൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു 10 മിനിറ്റ് വയ്ക്കുക, എന്നിട്ട് ടോട്ടൽ 10 മിനിറ്റ് വയ്ക്കുക, എന്നിട്ട് ഇത് വാഷ് ചെയ്താൽ മതി. കണ്ടോ സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം കണ്ടോ? സ്കിൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തിളങ്ങും. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. രാവിലെ ഫംഗ്ഷന് പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങും കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ ഐസ് ക്യൂബ് ആക്കി വെക്കുക. തലേ ദിവസം രാത്രി തന്നെ ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ട് മുഖമൊക്കെ കഴുകി ജസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു ഐസ് ക്യൂബ് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിക്കളയുക. അതിനുശേഷം ഒന്ന് മേക്കപ്പ് ചെയ്ത് നോക്കൂ. സ്കിൻ വിൽ ബി ഫ്ലോലെസ്. അത്രയും അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡ് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് അത് ഐസ് ട്രേയിലാക്കി വെച്ചാൽ മാത്രം മതി. തലേ ദിവസം രാവിലെ എടുത്ത് ചെയ്തു നോക്കൂ. ബ്യൂട്ടിഫുൾ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. ഇങ്ങനെ വിടരുത്. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസറും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രൈമറൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ട് ഒരു മേക്കപ്പ് റുട്ടീൻ, ഒരു ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള അഫോർഡബിൾ പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള മേക്കപ്പ് റുട്ടീൻ്റെ വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കണ്ടു നോക്കാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. അഫോർഡബിൾ റേറ്റുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ റുട്ടീനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ ഹോൾ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കണ്ടോ സ്കിൻ വിൽ ബി അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് റിസൾട്ട് തരുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ മേക്കപ്പ് ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. കണ്ടോ സൂപ്പർ ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 വീഡിയോസില്ലേ, നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിൻ്റെയും മേക്കപ്പ് ട്യൂട്ടോറിയലും, ആ വീഡിയോയുടെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചെക്ക് ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോയും ആ വീഡിയോസും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം.